അപ്പോൾ അടുത്ത് നമ്മൾ കൊടൈക്കനാലിൽ തന്നെ മറ്റൊരു ഗ്രാമം കണ്ടിട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ വിശേഷങ്ങൾ തുടങ്ങുകയാണ്. അടുത്ത എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂണ്ടി എന്ന കൊടൈക്കനാലിലെ പൂണ്ടി എന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. ഇപ്പൊ ഏകദേശം സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട്. റോഡൊക്കെ ഇപ്പൊ അത്യാവശ്യം കാണാം. കുറെ കഴിയുമ്പോഴത്തേക്കും ഒട്ടും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ വിഷ്വലൊക്കെ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. രണ്ട് സൈഡ് മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് തന്നെ ഭയങ്കര രസമുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഏകദേശം 4 കിലോമീറ്റർ. നമ്മളാ ചെമ്മീൻ സ്ഥലത്തിന് മന്നവന്നൂർ 5 കിലോമീറ്റർ ഇങ്ങോട്ട് വരെ അവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് കൂടി തന്നെയാണിത്. ഇപ്പൊ നമ്മൾ പോകുന്ന പൂണ്ടി എന്ന ഗ്രാമത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് എൻഡാണ് ഈ റോഡിന്റെ അവസാനം ആ ഗ്രാമമാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് റോഡോ ഇല്ല, ഒന്നുമില്ല. ഫോറസ്റ്റിന്റെ ഒക്കെ ഏരിയയാണ്. ഇനി നമ്മൾ ഇതേ വഴി തന്നെ തിരിച്ചു വരണം. അണ്ട് ഈ സൈഡൊക്കെ മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി, കോടയൊക്കെ. ഒരു രക്ഷയില്ലാത്ത ഒരു വിഷ്വലാണ്. വിഷ്വല് നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഒടുക്കാത്ത തണുപ്പായിരിക്കും. ഈ റോഡ് വഴിയൊക്കെ സഞ്ചരിക്കാൻ ഭയങ്കര വൈബ് തന്നെ അല്ലേ. നമുക്ക് അങ്ങോട്ട് മഞ്ഞ് മൂടി കിടക്കുവാണ്. ഓവറായിട്ട് മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വല് നല്ല ഒരു ഇതായിട്ട് കിട്ടത്തില്ല. ഇവിടെ സ്കൂൾ സോൺ എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഫുൾ ടൈം തണുപ്പ് AC റൂമിനകത്തിരുന്ന് പഠിക്കും. അതെ, മൂടി പോച്ചിരിക്കേണ്ട ഒരു വീട്ടിൽ ശരിയാണ് കേട്ടാ. അല്ല, ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ശീലമായി കാണും. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റും. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഒരു മലഞ്ചെരിവ്, ചെടികളൊക്കെ വലിയ മരങ്ങളൊന്നുമില്ല, കുഞ്ഞു ചെടികൾ മാത്രം. അതുകൊണ്ട് ഒരു വലിയൊരു 2 യൂക്കാലി തന്നെ, യുക്കാലി പോലത്തെ ഒരു മരം. യുക്കാലി അല്ലടാ, അല്ലല്ല യുക്കാലി തന്നെ. യുക്കാലി മരം. തണുപ്പ് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുമ്പോ തണുപ്പ് മഞ്ഞൊക്കെ കൂടി വരികയാണ്. നമുക്കിപ്പൊ ഈ പരിസരമൊക്കെ കാണാം. ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റൂല. പൂണ്ടി ഗ്രാമം താഴോട്ട് ഗ്രാമം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഒരു പക്ഷിക്കാഴ്ച നമുക്ക് കാണാം. ഇതെല്ലാം ഇവിടെ എല്ലാം കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് മൊത്തം. അതെ, നമ്മളെ കേരളത്തിലൊക്കെ വരുന്ന ഒരുപാട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്നാണ്, ഗ്രാമങ്ങളിൽ നിന്നാണ് വരുന്നത്. അതെ, ഇവിടെ ഉള്ളവരൊക്കെ കൂടുതലും കൃഷി ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ഹെയർ പിൻ ബെൻഡ്, ഒരു വലിയൊരു ബെൻഡാണ്. ഇവരൊക്കെ ആക്സിഡന്റ് ഒക്കെ നടന്നിരിക്കണം തോന്നുന്നു. ഇത് വല്ലാത്തൊരു ഡേഞ്ചറസ് വളവാണ്. പാലമുണ്ട്. കുഞ്ഞൊരു ഇവിടെ ഒരു ചെറിയൊരു, അതായത് എനിക്ക് തോന്നുന്നു മറ്റേ മന്നവന്നൂർ ലേക്കിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളമാണ്. അത് ഇതുവഴിയാണ് പോകുന്നത്. എനിക്ക് വെള്ളം ഇതായിരിക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഒരു നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മൾ അവിടെ കണ്ട ഇതെല്ലാം തന്നെ അല്ലേ റോഡ്. ഇവിടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും കണ്ടതുപോലെ തന്നെ വീണ്ടും കാണാം. ഗ്രാമങ്ങളായതുകൊണ്ടും അതെ എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ അതായിരിക്കത്തില്ല, കാണുമ്പോൾ വിചാരിക്കും എല്ലാം ഒരുപോലെയാണെന്ന് വിചാരിക്കും. നമ്മൾ എവിടെയൊക്കെ ഉൾഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുമെന്ന് അറിയില്ല. അവിടെ കുറെ പശുക്കളൊക്കെ യാത്ര ചെയ്യും. അതാണ് കുറെ പശുക്കളെ മേച്ചുണ്ടാക്കാ പോകുന്നു റോഡിൽ കൂടെ. റോഡിൽ കയറി നിൽക്കുവാണല്ലോ, പോകാൻ പറ്റാതെ നമ്മൾ പതുക്കെ പോകണം. നമ്മളെന്നല്ല വഴി പോകുന്നവര് പതുക്കെ പോണത്. പക്ഷെ വല്ലാത്തൊരു കാഴ്ച ഇഷ്ടപ്പെട്ടു. നമ്മളെ വണ്ടിയിൽ ഹോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുന്നില്ല. പോയാലേ അയാളുടെ അതുവഴി പോവാന്ന്. അതെ ഇനി 1 കിലോമീറ്റർ ഉണ്ടല്ലേ പൂണ്ടിയിലേക്ക്. ഇനി 1 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ഒരു കാവുഞ്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി. കാവുഞ്ചി ഇവിടെ നല്ല കാണാൻ, അതായത് കോളിഫ്ലവർ എങ്ങോട്ടാണ് ഏകദേശം പൂണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ ഇനി ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ, വെച്ചില്ല. അതെ ഇത് മൊത്തം ഇവിടെ മൊത്തം ഫുള്ള് കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ്. ഇത് എന്താ പറയാ, മറ്റേ വന്ന് കാഴ്ച കണ്ട് പോകാൻ മാത്രമുള്ളൊരു സ്ഥലം മാത്രമാണ്. അല്ലാതെ പ്രത്യേകിച്ച് അല്ലേ അങ്ങനെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെയൊന്നുമല്ല.
ഗൈസ് അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാണാനായിട്ടൊന്നും ഇല്ല. ഒരു ഗ്രാമം. പക്ഷെ ഒരുപാട് ആൾക്കാര് ഇത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്ലാന്റേഷന്റെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അഗ്രികൾച്ചർ. ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇത് വലിയൊരു മൈതാനമാണ്. നമുക്ക് അങ്ങോട്ട് നടന്നൊക്കെ പോയി കണ്ടിട്ട് വരാം എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ ഏതോ ഫാമിലിയൊക്കെ വന്നത് പാട്ട് മത്സരവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊച്ചു പാട്ട്. അത് തന്നെ. ഇത് വേറെ ഒന്നുമല്ല. ഇത് ഒരു പ്രകൃതിയുടെ ഒരു ദൃശ്യ വിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലും ഇവിടേക്ക് വരുന്നത്. ട്രാവലർ വരുന്നുണ്ട്. അതെ. ഇവിടെ നമ്മൾ കണ്ടതല്ലേ മറ്റേ മാങ്ങ ചെടിയുടെ പേരാണ്. നല്ല രസമുള്ള ചെടി ഇവിടെ ഇഷ്ടം പോലെ ഈ സൈഡിൽ ഇങ്ങനെ കംപ്ലീറ്റ് കാട് പോലെ കൃഷി ചെയ്തിരിക്കും പോലെ സംഭവം നിപ്പുണ്ട് അല്ലേ? ഇഷ്ടം പോലെ നിപ്പുണ്ട്. കുറെ പൂവൊക്കെ ഇത് നീലമുള്ള തണ്ട്, നല്ല രസമുള്ള നീലപ്പൂവ്. കാട്ടിന്റെ ഇടയിൽ എന്തോ ഇരിക്കുന്നു. അവിടെ കുറെ പ്രാവൊക്കെ പറക്കും. അടിപൊളി വർത്തനതാണ്. അതൊരു രക്ഷയില്ല കേട്ടോ. ആ കാഴ്ച ഇഷ്ടം പോലെ പ്രാവുകൾ ആ വീടിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. സൂപ്പർ. അത് ചെറുക്കുന്നുണ്ട് അവിടെ നിന്ന് ഭയങ്കര കളിയും കാര്യങ്ങളായിട്ട്. വേറെ ഒന്നല്ല, ഇത് ഇവിടെ സംഭവം ഈ കൃഷിയിടങ്ങളാണ്. ഈ ഇപ്പൊ ഏകദേശം മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോട അങ്ങോട്ട് പോകുമ്പോ യാത്ര ദുഷ്കരമാകും ചിലപ്പോൾ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ്. പൂ പറിക്കാനാ? പൂവൊന്നും പറിക്കാൻ പറ്റുള്ളൂ. പൂ പറിക്കാൻ പോരുമോ? ഇതാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള മറ്റേ ഊട്ടി പൂവ് എന്നൊക്കെ പറയുന്ന പൂവാണ്. ഇത് ഊട്ടിയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കും, ബണ്ടിലായിട്ട് കെട്ടി. കാടിനകത്ത് നിൽക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ഒന്ന് പറിച്ചോണ്ട് പോവാം. നമ്മളെ ഈ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ മെയിൻ ഭാഗത്തൊക്കെ വരുമ്പോ അവിടെ ബണ്ടിലായിട്ട് കെട്ടി അവർ കുറച്ച് പൂക്കൾ വെച്ചിരിക്കും. ആ പൂവാണ് നമ്മൾ ഈ കാണുന്നത്. അവര് പറയുന്ന നമ്മൾ വാങ്ങാൻ വേണ്ടി പറയുന്ന ഇതെന്ന് പറയുന്നത് 1 വർഷം വരെയൊക്കെ ഈ പൂ ഇതേപോലെ തന്നെ ഇരിക്കും, വാടാതെ ഇരിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ വീട്ടിൽ കൊണ്ട് മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം 1 വർഷം വരെ ഇരിക്കും. പക്ഷെ ഇതിന്റെ കളറൊക്കെ പോകും. പക്ഷെ പൂ ഇങ്ങനെ തന്നെ ഇരിക്കും, കൊഴിയത്തില്ല. പക്ഷെ ഇതിന്റെ കളറൊക്കെ മങ്ങി ഒരുമാതിരി ആവും. പക്ഷെ പൂ ഇങ്ങനെ തന്നെ ഇരിക്കൂടാ, തൊഴിഞ്ഞു പോവില്ല. ഇതൊരുമാതിരി പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. തൊട്ട് നോക്കി നോക്ക്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കൊച്ചല്ലേ, ഇതിപ്പോ നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ കണ്ട ഈ സ്ഥലം എന്ന് പറയുന്നത് പൂണ്ടി ഗ്രാമമാണ്. കൊടൈക്കനാലിൽ കുറെ ഉള്ളിലോട്ട് വന്ന ഒരു ഗ്രാമമാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ മന്നവന്നൂർ ലേക്കും കണ്ടു, ചെമ്മരിയാടുകളെ കണ്ടു. ഇപ്പൊ നിൽക്കുന്നത് പൂണ്ടിയിലും അങ്ങനെ ഒന്ന് കണ്ടു. എന്താണ് ഇവിടെ അങ്ങോട്ട് വേറെ ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല. നമ്മൾ തിരിച്ച് നേരെ കൊടൈക്കനാൽ അങ്ങോട്ട് തന്നെ പോകണം. അത് തന്നെ. അപ്പം പൂണ്ടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ല. ഇതൊരു ഗ്രാമമാണ്. അവിടെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അത്രേ ഉള്ളൂ. വരുന്ന വഴിയിൽ വരുന്ന കാഴ്ചകളാണ് ഇവിടത്തെ ഭയങ്കര രസം. വളരെ മനോഹരമായിട്ടുള്ളൊരു വഴിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കൊടൈക്കനാൽ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഓരോ ഫംഗ്ഷൻ ഏതാണ്ട് അവിടെ ഇഷ്ടംപോലെ ഫാമിലി ഇതൊക്കെ നിൽക്കുന്നുണ്ട് വലിയ വണ്ടിയിൽ. അപ്പോ വീണ്ടും നമ്മുടെ കൊടൈക്കനാൽ യാത്ര തുടരും. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തേക്കാം, കമന്റ് ചെയ്തേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.